അധികം ആരും പറഞ്ഞു കേൾക്കാത്ത എങ്കിലും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോൻ്റെ നെയിം. വീഡിയോൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന നെയിമല്ല. വീഡിയോ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്യുന്നത് ഒരു പേരിലായിരിക്കും അല്ലേ. മിക്കവാറും ഫയൽ നെയിം വരുന്നുണ്ടായിരിക്കുക, കുറേ നമ്പേഴ്സും. പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏതെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആപ്പിൻ്റെ ഒരു പേരും വെച്ചിട്ടായിരിക്കും ആ ഒരു വീഡിയോ ഫയലിൻ്റെ നെയിം വരുന്നുണ്ടായിരിക്കുക. മിക്കവാറും ആൾക്കാരും ആ നെയിം മാറ്റാതെ അതേപോലെ തന്നെയാണ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ആക്കി കൊടുക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ വീഡിയോ എന്താണോ പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നമുക്ക് പരിചയമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കും. അവരെയും കൊണ്ടൊക്കെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. ഇത് പക്ഷേ തെറ്റാണ്. ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കും. പക്ഷേ യൂട്യൂബ് സ്വയമേ നിങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കുറവാണ്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ചാനൽ തുടങ്ങിയ കാര്യം ഷെയർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കരുത്. പകരം യു ക്യാൻ ഷെയർ യുവർ യൂട്യൂബ് ചാനൽ നെയിം അല്ലെങ്കിൽ വീഡിയോൻ്റെ ടൈറ്റിൽ പറഞ്ഞു കൊടുക്കുക. യൂട്യൂബ് ചാനലിൻ്റെ നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ ടൈറ്റിലൊക്കെ വെച്ചിട്ട് അവരോട് തന്നെ സെർച്ച് ചെയ്തത് കണ്ടുപിടിക്കാൻ പറയുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു വർക്ക് ഫ്രം ഹോം ഡേ ആണ്. സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് 6 months ആയി. പക്ഷെ ഞാനൊരു 3 മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും പിന്നെ ചെറിയ ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഞാൻ വിചാരിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 months എടുത്തു 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. ഈ 4000 hours വാച്ച് അവേഴ്സ് വേണം. അത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നില്ല. കാരണം നമ്മുടെ വീഡിയോസിൽ ഒരു വീഡിയോ തന്നെ ഏകദേശം ഒരു 40Kൻ്റെ അടുത്ത് വ്യൂസ് പോയിട്ടുണ്ട്. 40,000 വ്യൂസിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വാച്ച് അവേഴ്സ് ഒരു ഒറ്റ വീഡിയോയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു 1K ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കുക എന്നുള്ളത് ഒരു ലക്കോ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യമോ ഒന്നുമല്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് യൂട്യൂബ് SEO അതേപോലെ വേറെ 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അതൊക്കെ പാട് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ഷുവർ ഒരു 3 മാസം കൊണ്ട് നമുക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാവുന്നതാണ്. ആസ് യു നോ, ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന യൂട്യൂബ് SEO പോലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിനകത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് SEO എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് SEO പോലത്തെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വീഡിയോയ്ക്ക് പേര് കൊടുക്കുമ്പോൾ, ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ, ടാഗ് ആഡ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ കൃത്യമായിട്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവേഴ്സ് ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹെൽത്തി ഫുഡ്, സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ കെയർ, അതേപോലെ വർക്കൗട്ട്, സ്ലീപ്പ് ടൈം എല്ലാം വരാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൈം കൺസ്യൂം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. പുറത്ത് വരുമ്പോൾ ഒരു 1 minute വീഡിയോ ആണെങ്കിൽ പോലും ഷൂട്ടിംഗ്, എഡിറ്റിംഗ് തുടങ്ങി അതിൻ്റെ ബാക്കിലുള്ള ഒത്തിരി പ്രോസസ്സിന് മേ ബി ഒരു 5 hours ഒക്കെ ചിലർ എടുക്കാറുണ്ട്. സോ അതിനിടയിൽ സെൽഫ് കെയർ ചെയ്യാനും ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുത്. എനിവേ നമുക്ക് ടോപ്പിക്കിലോട്ട് തന്നെ വരാം. ഞാൻ അറൗണ്ട് ഒരു 10 points ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. വൺ മോർ തിങ്, ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് എടുക്കുക. ഈ 10 കാര്യങ്ങളും കൂടി ഒരു ഒറ്റ വീഡിയോയിൽ പറയുന്ന വീഡിയോ വല്ലാതെ ലെങ്തി ആയി പോവും. പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് തലേ കയറാൻ നോക്കിയാൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്തു പോവാം. ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് പതിയെ ഡിസ്കസ് ചെയ്യാം.
എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന കൺസിസ്റ്റൻസി, അതേപോലെ യൂട്യൂബ് തംബ്നെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇന്നിവിടെ പറയുന്നില്ല. അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ നോക്കിയാലാണ് നമുക്ക് യൂട്യൂബ് അൽഗോരിതമൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ ഒന്ന് പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അധികം ആരും പറഞ്ഞു കേൾക്കാത്ത, എങ്കിലും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോൻ്റെ നെയിം. വീഡിയോൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന നെയിമല്ല. വീഡിയോ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്യുന്നത് ഒരു പേരിലായിരിക്കും അല്ലേ. മിക്കവാറും ഫയൽ നെയിം വരുന്നുണ്ടായിരിക്കുക, കുറേ നമ്പേഴ്സും. പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏതെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആപ്പിൻ്റെ ഒരു പേരും വെച്ചിട്ടായിരിക്കും ആ ഒരു വീഡിയോ ഫയലിൻ്റെ നെയിം വരുന്നുണ്ടായിരിക്കുക. മിക്കവാറും ആൾക്കാരും ആ നെയിം മാറ്റാതെ അതേപോലെ തന്നെയാണ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ആക്കി കൊടുക്കാറുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ വീഡിയോ എന്താണോ അതിൻ്റെ തീം, അതിനനുസരിച്ച് ഫയൽ നെയിമും നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ നെയിം എന്താക്കണം, മോർണിംഗ് റൊട്ടീൻ വീഡിയോ അല്ലെങ്കിൽ മോർണിംഗ് റൊട്ടീൻസ് ഫോർ എ പ്രൊഡക്റ്റീവ് ഡേ എന്നൊക്കെ ചേഞ്ച് ചെയ്യണം. നെയിം കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ്, മീൻസ് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണോ, സ്പേസ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. എല്ലാ കാര്യങ്ങളും കൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലായി പോവും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട്, അതായത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ തരാനൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം. ദെൻ വൺ മോർ തിങ്, ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ. അതിലാകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോറി ഇടുകയും പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കണക്റ്റഡ് ആയിരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നമുക്ക് പരിചയമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കും. അവരെയും കൊണ്ടൊക്കെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. ഇത് പക്ഷേ തെറ്റാണ്. ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കും. പക്ഷേ യൂട്യൂബ് സ്വയമേ നിങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ചാനൽ തുടങ്ങിയ കാര്യം ഷെയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കരുത്. പകരം യു ക്യാൻ ഷെയർ യുവർ യൂട്യൂബ് ചാനൽ നെയിം, അല്ലെങ്കിൽ വീഡിയോൻ്റെ ടൈറ്റിൽ പറഞ്ഞു കൊടുക്കുക. യൂട്യൂബ് ചാനലിൻ്റെ നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ ടൈറ്റിലൊക്കെ വെച്ചിട്ട് അവരോട് തന്നെ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കാൻ പറയുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. Okay, that's all. It's time to wind up this video. I already mentioned that this is an introduction video. ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണിത്. എനിവേ, കീപ്പ് ഇൻ ടച്ച് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ്. താങ്ക് യു.